ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ടോ, ആ കുടുംബത്തില് വിഘടനങ്ങൾക്ക് സ്ഥാനമില്ല, വിഭജനങ്ങൾക്ക് സ്ഥാനമില്ല. നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളില് സ്വത്തിന് വേണ്ടിയിട്ടും അംഗീകാരത്തിന് വേണ്ടിയിട്ടും ഒക്കെ എത്രയോ പേരെ തമ്മിൽ പടവെട്ടണത്. അപ്പന്റെ അനുഗ്രഹം കിട്ടേണ്ടതിന് വേണ്ടിയിട്ട് ആങ്ങളെയും പെങ്ങളും ചേട്ടനും അനിയനും ഒക്കെ തമ്മില്, ചേട്ടത്തെയും അനിയത്തിയും ഒക്കെ തമ്മില് എത്രയോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിപ്പിളരണത്. വർഷങ്ങളായിട്ട് സംസാരിക്കാതെ നടക്കുന്ന ഒരേ ഉദരത്തിൽ നിന്ന് വന്ന മക്കളില്ലേ, രക്തബന്ധത്തെക്കാൾ ഉപരിയായിട്ട് സമ്പത്ത് കയറി ഭരിച്ചില്ലേ ചിലരെങ്കിലും. കാരണം എന്ത്? വിഘടനത്തിന്റെ ആത്മാവ് കയറിക്കൂടിയതാ, വിഘടനത്തിന്റെ ആത്മാവ്. പ്രിയമുള്ളവരെ, നമുക്ക് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അറിയാം, ഈ അവകാശം കിട്ടുക എന്നൊക്കെ പറയില്ലേ, അവകാശം കിട്ടുക, സത്യം പറഞ്ഞാൽ സ്ഥലവും പൈസയൊന്നും അല്ലല്ലോ അവകാശം എന്ന് പറയുന്നത്. അവകാശം എന്ന് പറഞ്ഞത് എന്താണ്? അപ്പനിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ട അനുഗ്രഹമല്ലേ? അപ്പനിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ട അനുഗ്രഹമാണ് ഈ അവകാശം എന്ന് പറഞ്ഞത്. ബൈബിൾ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം, കാർന്നോവന്മാരിലൂടെ മക്കളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. അബ്രാഹത്തിൽ നിന്ന് ഇസ്ഹാക്കിന്, ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബിന്, യാക്കോബ് മരിക്കാൻ നേരത്ത് തന്റെ 12 ഗോത്രങ്ങളെയും വിളിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ കാർന്നവന്മാരിൽ നിന്ന് മക്കളിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ആ അനുഗ്രഹമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന അവകാശം. പിന്നെ അത് മുന്നോട്ട് പോയി കഴിയുമ്പോ ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്നതാ, കാണാൻ പറ്റുന്ന വല്ല കാര്യമാണോ? അപ്പം വിളിച്ചിട്ട് മോനെ ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. മകൻ ചോദിക്കും, എന്താ അനുഗ്രഹപ്പ, ഇത് കാണാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഈ അനുഗ്രഹത്തിന് പ്രതീകാത്മകമായിട്ട് കാണാൻ പാകത്തിന് എന്തെങ്കിലും കൊടുക്കണു എന്ന് വെച്ചാ, എന്റെ 5 സെന്റ് സ്ഥലം നിനക്ക് ഇരിക്കട്ടെ. സ്ഥലമൊന്നും അല്ല, സത്യത്തിൽ അത് അനുഗ്രഹ, സത്യത്തിൽ അനുഗ്രഹ. അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഇപ്പൊ ഒരു 10 ലക്ഷം രൂപയുള്ളൂ, 5 ലക്ഷം നിനക്കും 5 ലക്ഷം അനിയനും ഇരിക്കട്ടെ. എന്റെ 5 ലക്ഷം നിനക്ക്. 5 ലക്ഷത്തിന്റെ വിലയല്ല, അതിലിരിക്കുന്ന അനുഗ്രഹമാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ അനുഗ്രഹം തരണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ നമുക്ക് തരുന്നത്. പക്ഷെ കാലം കുറെ കഴിഞ്ഞപ്പോ മനുഷ്യർക്കൊക്കെ ഇതിന്റെ ഉള്ളിലുള്ള അനുഗ്രഹത്തെ കുറിച്ചുള്ള ചിന്ത മാറിപ്പോയി. പുറമേ തരുന്ന ഈ സ്വത്തിനെ കുറിച്ചും ഈ സ്ഥലത്തെക്കുറിച്ചും ഒക്കെ മാത്രമായി ചിന്ത. അനുഗ്രഹത്തെക്കുറിച്ചുള്ള ചിന്ത മാറിക്കഴിഞ്ഞപ്പോഴാണ് കുടുംബങ്ങളിൽ സഹോദരങ്ങളൊക്കെ തമ്മിൽ അടിവെക്കാനും ഇടിവെക്കാനും വെട്ടാനും കുത്താനും ഒക്കെ തുടങ്ങിയത്. കാരണം അവര് ലൗകികമായിട്ട് മാത്രം ചിന്തിക്കാൻ തുടങ്ങി, അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. തിരിച്ചറിയേണ്ട ഒന്നാമത്തെ സത്യം, അപ്പന്റെ അമ്മയുടെ അനുഗ്രഹം ഇല്ലാത്ത 1 സെന്റ് സ്ഥലം പോലും നമ്മൾ സ്വന്തമാക്കരുത്. അപ്പന്റെ അമ്മയുടെ അനുഗ്രഹം ഇല്ലാതെ പിടിച്ചു പറിച്ചുകൊണ്ടൊന്നും നേരെയാകാൻ പോണില്ല. അനുഗ്രഹമില്ലെങ്കിൽ അതുകൊണ്ട് ഒരിടത്ത് എത്തുകയില്ല. വലതുകാരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ സഹോദരങ്ങൾക്ക് മറ്റാർക്കെങ്കിലും കിട്ടേണ്ട ഒരു സ്ഥലം അല്ലെങ്കിൽ അല്പം തുക, അത് അപ്പനെയും അമ്മേനെയും, പ്രായമായ അപ്പനെയും അമ്മേനെയും പറ്റിച്ചിട്ട് നമ്മൾ കൈവശമാക്കിയാൽ അതുകൊണ്ടും രക്ഷപ്പെടില്ല. കാരണം അവിടെയും അപ്പന്റെ അമ്മയുടെ അനുഗ്രഹം ഇല്ല. അതിനകത്ത് അനുഗ്രഹമില്ലാതെ കിട്ടുന്നതൊന്നും വേണ്ട. അപ്പോൾ ഒരുപാട് കുടുംബങ്ങളിൽ ഈ കാലഘട്ടത്തില് എനിക്ക് തോന്നുന്നു വിദ്വേഷത്തിന്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ രക്തബന്ധത്തിൽപ്പെട്ടവർ തന്നെയാണ്. രക്തബന്ധത്തിൽപ്പെട്ടവര് ഈ സ്ഥാപക ജംഗമ വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് പടവെട്ടുന്നു. പ്രിയമുള്ളവരെ, ഈ വിഘടനത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് പിശാച, തിന്മ കൊണ്ടുപോയി തരുന്നതാ. ഈ തിന്മയുടെ ശക്തിക്കെതിരെ പടവെട്ടാനുള്ള വലിയ ആയുധമായി ജപമാല. നമ്മുടെ കുടുംബങ്ങളിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് മുട്ടിന്മേൽ നിന്ന് വിരിച്ച കരങ്ങളിൽ ജപമാല എടുത്തുയർത്തി പ്രാർത്ഥിക്കുന്ന രംഗങ്ങളുണ്ടോ? ഉറപ്പിച്ചോ, ആ കുടുംബത്തിലെ മക്കളെ തിന്മയുടെ ശക്തിക്ക് കയറി ഭരണം നടത്താനോ വിഘടനത്തിന്റെ ആത്മാവിന് ആ കുടുംബത്തെ തകർത്ത് കളയാനോ സാധിക്കുകയില്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് വളരെ പ്രധാനപ്പെട്ടതാ. തിന്മയുടെ ശക്തികൾക്കെതിരെ എല്ലാ ജീവിത മേഖലയിലും തിന്മ മനുഷ്യനെ നശിപ്പിക്കാനായിട്ട് തക്കം പാർത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് വലിയൊരു ആയുധമായത്. ഈ പരിശുദ്ധ അമ്മയോട് ജപമാലയോട് ചേർന്ന് നിന്നാൽ ഈ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള തിന്മയ്ക്കൊന്നും കയറി മേയാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ അതിന് എന്തുമാത്രം വില കൊടുക്കുന്നു എന്നുള്ളതാ. അതുപോലെ തന്നെ മറ്റൊരു മേഖലയാ, ഒരുപാട് ദുശീലങ്ങളും തഴക്കദോഷങ്ങളും ഒക്കെ മൂലം പൊറുതിമുട്ടുന്ന മനുഷ്യരാ നമ്മള്. എല്ലാ മനുഷ്യരും ബലഹീനരല്ലേ? പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ, ദൈവമേ, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. പലർക്കും ആഗ്രഹമുണ്ട് വിശുദ്ധിയോടെ ജീവിക്കാൻ, പക്ഷെ പച്ചടില്ല. മദ്യത്തിന്റെ അടിമത്തമുള്ളവരുണ്ട്,
വിട്ടുപേക്ഷിക്കണം ആഗ്രഹമുണ്ട്. ഇന്നാളൊരു ചേട്ടൻ ഇവിടെ വന്നു, സങ്കടത്തോടെ പറഞ്ഞു, അച്ഛാ 9 പ്രാവശ്യം ഞാൻ മദ്യപാനം നിർത്താൻ വേണ്ടി ധ്യാനം കൂടി, പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല. ഇത് 10ാമത്തെ ധ്യാനം, ഇവിടെയെങ്കിലും നിർത്താൻ ആഗ്രഹമുണ്ട്. പറ്റണില്ല. മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരുത്തൻ, അവൻ അതൊക്കെ നിർത്തി. ഒരു തവണ കണ്ട് പോലീസ് പിടിച്ചവൻ രക്ഷപ്പെട്ടു, പിടിയിലാകാണ്ട് രക്ഷപ്പെട്ടു പോകുന്നു. അതോടുകൂടി അവൻ ഇതെല്ലാം നിർത്തി, എങ്ങാണ്ടൊക്കെ പോയി ട്രീറ്റ്മെന്റ് എല്ലാം കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടും അവന്റെ തലയ്ക്കൊരു സുബോധം വന്നില്ല. അവനെയും കൊണ്ട് അവന്റെ അമ്മ വന്നിരിക്കുകയാണ്. അച്ഛാ എന്താ ചെയ്യേണ്ടത്? അവൻ എന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോ ആകെ വളരെ നെർവസ് ആയിട്ട് ഇങ്ങനെ ഭ്രാന്തമായ രീതിയിൽ തലയിലൊക്കെ പിടിച്ചു, അച്ഛാ എനിക്ക് രക്ഷപ്പെടണം, അച്ഛാ എനിക്ക് രക്ഷപ്പെടണം, തലയിലൊക്കെ ചൊറിഞ്ഞ് ആകെ ഞെരിപിരി കൊണ്ടുകൊണ്ടിരിക്കുക. അവന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാ, അച്ഛാ എനിക്കൊരു സ്ത്രീയെ കണ്ടാൽ ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റണില്ല. എന്റെ കണ്ണ് പെട്ടെന്ന് പോകുന്ന ആ സ്ത്രീയുടെ ശാരീരിക അവയവങ്ങളിലേക്ക്. എന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ ദൈവത്തിന്റെ മകളായിട്ട്, ഒരു വ്യക്തിത്വമായിട്ട് കാണാൻ പറ്റാതെ വെറും ഒരു മാംസപിണ്ഡമായിട്ട് കാണാൻ എനിക്ക് പറ്റണുള്ളൂ. ഇനി സങ്കടമല്ല, അവൻ അവന്റെ അമ്മയും തൊട്ടടുത്തടുത്ത കസേര ഇരിക്കുക. അവന്റെ അമ്മയുടെ മുമ്പിൽ വെച്ചോണ്ട് അവൻ എന്നോട് പറയാ, ഇത് പറയുമ്പോ അമ്മ എന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കറിയുക. അവൻ പറഞ്ഞെന്നറിയാമോ, അച്ഛാ എന്റെ അമ്മയെ പോലും എനിക്ക് അങ്ങനെ കരുതാനേ പറ്റുന്നുള്ളൂ. എന്തൊരു സങ്കടമാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. രക്ഷപ്പെട്ടു പോണെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ല. ചില ദുശീലങ്ങൾ, ചില തളക്കദോഷങ്ങൾ, ചില ആസക്തികൾ, ചില ജടിക പ്രവണതകൾ, ചില വെറുപ്പിന്റെ മേഖലകൾ ശക്തമായ തിന്മയുടെ കോട്ടയിൽ കടന്ന് ഉരുളുമ്പോഴും രക്ഷപ്പെട്ടു പോരാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വിളിക്കുക, ജപമാല കൈപ്പിടിക്ക്. എന്ത് ദുശീലമാകട്ടെ, മദ്യപാനമാകട്ടെ, പുകയിലയാകട്ടെ, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, പാൻ മസാല, ലൈംഗിക മേഖലയിലെ അശുദ്ധിയുടെ മേഖലകൾ, വെറുപ്പിന്റെ മേഖലകൾ, ഇതിൽ നിന്നൊക്കെ നമ്മൾ പറയാറില്ല, അച്ഛാ പല ആവർത്തി ക്ഷമിച്ചതാ, പക്ഷെ പറ്റണില്ല. വേണ്ട എന്ന് വെക്കുമ്പോൾ അവരുടെ മുഖം കാണും പറയാണ്ട് ദേഷ്യം വന്നു പോകുക. പറ്റണില്ല എന്ന് പറയാതെ അമ്മയോട് ചേർന്ന് നിന്ന് തിന്മയ്ക്കെതിരെ പടവെട്ടാനുള്ള ഈ ആയുധം ഉപയോഗിച്ച് പ്രാർത്ഥിക്ക്. വിഘടനത്തിന്റെ ആത്മാവെല്ലാം നമ്മളെയും നമ്മുടെ കുടുംബ സാഹചര്യങ്ങളെയും വിട്ടിട്ട് പോകും. ഏത് പ്രലോഭന സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ജപമാല പ്രാർത്ഥനയും നമുക്ക് കൃപ നൽകും, അഭിഷേകം നൽകും. വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്റെ പൗരോഹിത്യ പരിശീലന കാലഘട്ടത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു വലിയ പ്രലോഭനം മറ്റൊന്നുമല്ല. ഞാൻ തത്വശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ അവസാന വർഷത്തിലേക്കൊക്കെ എത്തിയപ്പോ, പ്രത്യേകിച്ച് തത്വശാസ്ത്ര പഠനം കഴിഞ്ഞാൽ പിന്നെ 1 വർഷം നീണ്ടു നിൽക്കുന്ന റീജൻസി, ആ റീജൻസിയുടെ അവസാനം സഭാവസ്ത്രം എന്ന് വിളിക്കുന്ന ഈ വിശുദ്ധ വസ്ത്രം നൽകപ്പെടും. പിന്നീട് 4 വർഷം ഈ വിശുദ്ധ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവശാസ്ത്ര പഠനങ്ങളൊക്കെ. +2 പഠനം കഴിഞ്ഞപ്പോ വലിയൊരു ആഗ്രഹത്തോടെ, വൈദികനാകണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹത്തോടെ സെമിനാരിയിൽ ചേർന്നു. അന്ന് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു പക്വതയൊന്നും ആയിട്ടില്ല. എന്നാൽ ഇത് തത്വശാസ്ത്ര പഠനം അവസാന കാലഘട്ടത്തേക്ക് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 5-6 വർഷങ്ങളായി. 6 വർഷം സെമിനാരി പഠിച്ചപ്പോഴാണ് പ്രായത്തിന്റെ അല്പം പക്വത തലക്കേറിയപ്പോ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എന്റെ അപ്പനും അമ്മയ്ക്കും 2 മക്കളേ ഉള്ളൂ, ഒന്ന് ഞാനും ഒന്നെന്റെ പെങ്ങളും. അപ്പൊ പെങ്ങൾക്ക് കല്യാണമൊക്കെ ആലോചിച്ചു തുടങ്ങി. പെങ്ങളെ കെട്ടിച്ചു വിട്ട അപ്പനും അമ്മയും തന്നെ ആകൂലോ. അപ്പൊ അവരെ നോക്കണത് ആരാ? ഞാൻ അച്ഛനാകാൻ പോകുന്നത് ശരിയാകൂലല്ലോ, അപ്പനും അമ്മേനെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇത് ശക്തമായൊരു പ്രലോഭനായിരുന്നു. എനിക്ക് പോണം, അച്ഛനാകാനല്ല എന്റെ വിളി, ഇട്ടിട്ട് പോയി നല്ലൊരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് എന്റെ അപ്പനെ അമ്മേനെ നോക്കണം. ഇങ്ങനെ ശക്തമായൊരു പ്രലോഭനം. ഈ പ്രലോഭനത്തെ തരണം ചെയ്യാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് എങ്ങനെയെന്നുകൂടി ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ. ഞാൻ അധികം വേദികളിൽ ഇത് ഷെയർ ചെയ്തിട്ടില്ല. പരിശുദ്ധ അമ്മയെ കുറിച്ച് പറഞ്ഞു വരുന്നതിന്റെ കൂടെ ഇങ്ങനെ പറയണമെന്ന് എന്റെ ഉള്ളിൽ തോന്നിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ആ സാക്ഷ്യമായിട്ടത് പറയുകയാണ്. തത്വശാസ്ത്ര പഠനം നടക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരുമായിട്ട് പരിചയമുള്ള ഒരുപാട് പേര് ഈ കൂടെ കാണും. ബാംഗ്ലൂര് സാരിമാതാ ചർച്ച് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. സാരിമാതാ ചർച്ച്
എന്ന് വെച്ചാൽ അവിടുത്തെ അമ്മ എപ്പോഴും സാരി ഉടുത്താൻ നിൽക്കുന്നത്. സാരി ഒരു നേർച്ചയാണ്. നേർച്ചയായിട്ട് ആളുകള് സാരി വാങ്ങിച്ചുകൊണ്ട് ചെല്ലും. അപ്പൊ ഓരോ ദിവസവും പുതിയ തരത്തിലുള്ള സാരികൾ, മനോഹരമായ സാരികൾ അമ്മയെ ഇങ്ങനെ മാറ്റി മാറ്റി ഉടുപ്പിച്ച് അമ്മ ഇങ്ങനെ സുന്ദരിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോ ഞാൻ ഇടയ്ക്ക് ഞങ്ങൾക്ക് സെമിനാരിൽ ഔട്ടിംഗ് കിട്ടുന്ന സമയത്തൊക്കെ ഈ സാരിമാതാ പള്ളി സന്ദർശിക്കാനായിട്ട് പോകാറുണ്ട്. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അവിടെ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ചാപ്പലൊക്കെ ഉണ്ട്. പോയിരുന്ന നല്ലൊരു ആത്മീയ അന്തരീക്ഷ. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോകാറുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയൊരു വിശ്വാസ രീതിയാണ് സാധാരണ ജനങ്ങള്, കന്നഡികാസായിട്ടുള്ള സാധാരണ ആളുകൾക്കൊക്കെ അവിടെ ഉള്ള ഒരു വലിയ വിശ്വാസമാണ്, വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പലതായിട്ടും മക്കളില്ലാത്ത ദമ്പതിമാര് അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുമെന്നും, പ്രാർത്ഥിച്ചിട്ട് പോണ ഭാര്യയും ഭർത്താവും പിന്നീട് കുഞ്ഞുമായിട്ട് പരിശുദ്ധ അമ്മയെ കാണാൻ വന്ന് അമ്മയ്ക്ക് നേർച്ചയായിട്ട് സാരി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നൊക്കെ ഒരു വിശ്വാസം അവിടെയുണ്ട്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അവിടുത്തെ ആളുകൾ മറ്റൊരു വിശ്വാസം അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, തിരി കത്തിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ആ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഗേറ്റിന്റെ അടുത്തായിട്ട് കുറെ കന്നഡിക സ്ത്രീകള് തിരി വിൽക്കുന്ന ബിസിനസ്സുമായിട്ടുണ്ട്. അവരുടെ ഒരു ഉപജീവന മാർഗം. അപ്പൊ ഇതിന് അവർ അല്പം കൂടെ ശക്തി കൂട്ടിക്കൊടുക്കും. അതായത് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചാലേ കാര്യം നടക്കുള്ളൂ. ഒരു ദിവസം ഞാൻ സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുക, ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട. അപ്പൊ അന്ന് ഇത്തിരി മീശ ഇത്തിരി താടിയൊക്കെ ഉണ്ട്. അപ്പോ ഈ പള്ളിയിലേക്ക്, സാരിമാത പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുക. അപ്പൊ പ്രായമായ ഒരു കന്നഡിക സ്ത്രീ ഒരു ബേസണില് നിറയെ തിരിയും വെച്ചോണ്ട് എന്റെ അടുത്തേക്ക് ഓടി വന്നു. ഓടി വന്നിട്ട് കന്നഡ ഭാഷയില് മോനെ തിരി വേണ്ടേന്ന് എന്നോട് ചോദിച്ചു. ഞാൻ എന്തിനാ തിരി കത്തിച്ച് പ്രാർത്ഥിക്കണത്? തിരി കത്തിച്ച് പ്രാർത്ഥിക്കേണ്ടത് അവിടുത്തെ വിശ്വാസ രീതി അനുസരിച്ച് മക്കളില്ലാത്ത ദമ്പതിമാരാ. അച്ഛനാകാൻ പോണ ഞാൻ എന്തിനാ തിരി കത്തിക്കണേ? അപ്പൊ ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു എനിക്ക് തിരി വേണ്ട. അപ്പൊ സ്ത്രീ എന്നെ വെറുതെ വിടുന്നില്ല. തിരിയില്ലാതെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കില്ല. അവക്കിത് ഉപജീവനത്തിന്റെ മാർഗമാണ്. തിരിയില്ലാതെ മാതാവിന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കുഞ്ഞിനെ കിട്ടണ്ടേ? കിട്ടണമെങ്കിൽ തിരി വേണം. അപ്പൊ ഞാൻ നോക്കിയപ്പോ അതായാലും പാപം അതിന് 10 രൂപ കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി ഞാൻ ഒരു പാക്കറ്റ് തിരി വാങ്ങി. ഈ തിരിയും വാങ്ങി പോക്കറ്റിലിട്ടുകൊണ്ട് ഞാൻ ഈ സാരി മാതാവിന്റെ മുമ്പിൽ ചെന്നു. മുമ്പിൽ ചെന്നപ്പോ എന്റെ ഇടത്തും വലത്തും നിൽക്കുന്നവരൊക്കെ ഭാര്യയും ഭർത്താവുമായിട്ട് തിരി കത്തിച്ച് പിടിച്ചാ പ്രാർത്ഥിക്കുന്നത്. ഞാൻ നോക്കുമ്പോ എന്റെ കൂടെ ആരുമില്ല. പിന്നെ ഞാനെങ്ങനെ തിരി കത്തിക്കണത്? അപ്പൊ ഈ തിരി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ചിന്ത ഇതാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ നല്ലൊരു ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ്. കുറെ പ്രാവശ്യം എനിക്കിങ്ങനെ ഇട്ടിട്ട് പോണം എന്നുള്ള പ്രലോഭനം തന്നെ. പോയി ജോലി കണ്ടെത്തണം, അപ്പനെ അമ്മേനെ നോക്കണം, കാരണം വീട്ടിൽ വേറെ ആരുമില്ല. അപ്പോ എന്റെ പൗരോഹിത്യത്തെ കുറിച്ച് എനിക്കൊരു സംശയമായി. ദൈവമേ, പൗരോഹിത്യ പട്ടം സ്വീകരിക്കാൻ എനിക്ക് സാധിക്കില്ല. ആഗ്രഹമുണ്ട് നന്നായിട്ട്, പക്ഷെ പ്രലോഭനം മറ്റൊരു സൈഡില്. പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്നത് അൾത്താരയിൽ ഈശോയ്ക്ക് ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അൾത്താരയിൽ ഈശോയ്ക്ക് ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ടാ. ഒരു പുരോഹിതന് മാത്രമേ അൾത്താരയിൽ ഈശോയ്ക്ക് ജന്മം കൊടുക്കാൻ, പരിശുദ്ധ കുർബാനയ്ക്ക് ജന്മം കൊടുക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാ. എന്റെ ഇടത്തും വലത്തും നിൽക്കുന്നവർ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാ. അന്നേരം ഉള്ളിൽ തോന്നിയൊരു തോന്നല. ഞാൻ പോക്കറ്റിൽ നിന്ന് തിരിയെടുത്തു, അതിന്റെ പാക്കറ്റ് പൊട്ടിച്ചു, തിരി മാതാവിന്റെ മുമ്പിൽ കത്തിച്ചിട്ട് 5 വർഷോടെ ഇനിയുണ്ട് പരിശീലനം. ഞാൻ പരിശുദ്ധ അമ്മയോട് കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളൂ, അമ്മേ മാതാവേ, 5 വർഷം കഴിയുമ്പോ അമ്മയുടെ മകന്റെ അൾത്താരയില് അമ്മയുടെ മകന് ജന്മം കൊടുക്കാനുള്ള കൃപയഭിഷേകം എനിക്ക് തരണം. ഇതിന് വലിയ ദൈവശാസ്ത്രമൊന്നുമില്ല. ഒരു ചെറിയ വിശ്വാസ രീതിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഏതായാലും ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാനുണ്ട്. അമ്മ അന്ന് മുതൽ കൂടെ മധ്യസ്ഥമായിട്ടുണ്ട്. അന്ന് മുതല് പിന്നീട് വീട്ടുകാരെ ഓർത്തുള്ള ആകുലത മൂലം എനിക്കിത് ഇട്ടിട്ട് പോണെന്ന് തോന്നിയിട്ടില്ല. ദൈവശാസ്ത്രം പഠിക്കാനൊക്കെ കയറിയപ്പോൾ ഞാൻ വളരെ ഫ്രീ ആയിട്ട് വീട്ടുകാരെ കുറിച്ചുള്ള, എന്നാൽ ആ സമയത്ത് വീടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സഹനത്തിന്റെ മേഖലയൊക്കെ ഉണ്ടായെങ്കിലും വീട്ടുകാരെ കുറിച്ചുള്ള അസ്വസ്ഥത എനിക്കൊരു പ്രലോഭനമായിട്ട് ഇട്ടിട്ട് പോകണമെന്നോ അത് പിന്നെ തോന്നിയിട്ടില്ല. മനോഹരമായിട്ട് പോവുക. ജീവിതത്തിന്റെ ഏത് പ്രലോഭന സാഹചര്യങ്ങളുടെ സമയത്തും അടിപതറിപ്പോകാതെ പിടിച്ചു നിൽക്കാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാൽ, ജപമാലയോട് ചേർന്ന് നിന്നാൽ ജപമാല സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചെറിയ ചിന്ത കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ക്ലാസ്.
നമ്മൾ പരിശുദ്ധ ജപമാലയെ കുറിച്ചുള്ള വിവരണങ്ങളിൽ അല്ലെങ്കിൽ വിശേഷണങ്ങളിൽ പരിശുദ്ധ അമ്മയെ സമുദ്ര താരമായിട്ട് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. മേരി സ്റ്റാർ ഓഫ് ദ സീ, മേരി സ്റ്റാർ ഓഫ് ദ സീ, സമുദ്രത്തിന്റെ താരകമായിട്ട് പരിശുദ്ധ അമ്മയെ സൂചിപ്പിക്കാറുണ്ട്. വിശുദ്ധ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തന്റെ രണ്ടാമത്തെ ചാക്രിക ലേഖനമായ സ്പേ സാൽവി അഥവാ പ്രത്യാശയിൽ രക്ഷ എന്ന് പറയുന്ന ചാക്രിക ലേഖനം, അതിന്റെ അവസാന അധ്യായം അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ഈ വിശേഷണമാണ് മാർപ്പാപ്പ എടുത്തു വെക്കുന്നത്. ആ വിശേഷണം എങ്ങനെയാണ്? മേരി സ്റ്റാർ ഓഫ് ദ സീ, സമുദ്രത്തിന്റെ താരകമേ. എന്താണ് സമുദ്ര താരം എന്ന് വെച്ചാൽ? താരം അല്ലെങ്കിൽ താരകം എന്ന് വെച്ചാൽ എന്താണ്? എന്തോ സിനിമാ താരമല്ല. താരകം എന്ന് വെച്ചാൽ നക്ഷത്രം, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രം. നക്ഷത്രം എവിടെയാണ് കാണുന്നത്? നമ്മൾ നോക്കുമ്പോ ആകാശത്താണ് നക്ഷത്രം. അപ്പൊ സമുദ്രത്തിൽ നക്ഷത്രമുണ്ടോ? സമുദ്രത്തിൽ നക്ഷത്രമുണ്ടോ? സമുദ്ര താരകം എന്ന് പറയാൻ അതിന്റെ വിശേഷണം കേട്ടുകൊള്ളൂ. മുക്കുവന്മാര് മീൻ പിടിക്കാനായിട്ട് ആഴക്കടലിലേക്ക് ബോട്ടുമായിട്ട് പോകും. അത് ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ 2 ആഴ്ച, 3 ആഴ്ച, ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടേ തിരിച്ചു വരാനായിട്ട് പറ്റുള്ളൂ. അപ്പോ ഭക്ഷണം, വെള്ളം, ക്രമീകരണം എല്ലാം ആയിട്ട് മീൻപിടുത്തത്തിന് പോകുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ആഴക്കടലിൽ ബോട്ടുമായിട്ട് മീൻ പിടിക്കാൻ പോകുന്നവര് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഇപ്പത്തെ പോലെ നാവിഗേഷനും മറ്റൊന്നും പണ്ട് കാലങ്ങളിൽ ശക്തമായിട്ട് ഇല്ലല്ലോ. അപ്പൊ ഒരു പക്ഷേ പോയി കഴിയുമ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കാലാവസ്ഥയാകെ മാറും. എങ്ങും മഞ്ഞ് വന്നു നിറയും, കാറ്റും കോളും ഉണ്ടാകും. പിന്നെ എങ്ങോട്ട് പോണെന്ന് ഈ മുക്കുവർക്ക് ഒരു എത്തും പിടിയില്ല. ദിശയാകെ മാറിപ്പോയി. പ്രോപ്പറായിട്ടുള്ള നാവിഗേഷൻ ഒന്നും ഇല്ല. അപ്പൊ ഇനി ആഴക്കടലിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. 1-2 ദിവസമല്ല, ചിലപ്പോൾ ആഴ്ചകളോളം. കയ്യിലിരിക്കുന്ന ഭക്ഷണം മുഴുവൻ തീർന്നു, പട്ടിണിയായി. അവസാനം പാത്രത്തിൽ കൊണ്ടുപോയിരിക്കുന്ന വെള്ളമാണ്, ഇതും കുടിച്ച് തീരാറായി. വെള്ളം തീർന്ന് ഇനി സമുദ്രത്തിലെ ഉപ്പുവെള്ളം മാത്രമേ ഉള്ളൂ. പട്ടിണിയാണ്, ജീവൻ അപകടമാണ്. ഈ മുക്കുവർക്ക് പിന്നെ നിരാശയായി. ഇനി എങ്ങോട്ടാ പോണത്? എവിടെ നോക്കിയാലും ഈ മഞ്ഞു മാത്രം, കര കാണാനില്ല. എങ്ങോട്ട് യാത്ര ചെയ്യണമെന്നൊരു പ്രോപ്പറായിട്ടുള്ള നാവിഗേഷൻ ഒന്നുമില്ല. എന്ത് ചെയ്യണമെന്നൊരു എത്തും പിടിയില്ല. അങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോ ഇവര് മരണത്തെ പോലും മുന്നിൽ കാണുകയാ. അങ്ങകലെ കരയിൽ ഒരു ഭാര്യയും മക്കളും തങ്ങളെ കാത്തു നിൽക്കുമ്പോ, ദൈവമേ, ആഴക്കടലിൽ മരണത്തിന് കീഴ്വഴങ്ങാനാണല്ലോ ഞങ്ങളുടെ വിധി. ഇങ്ങനെ നിരാശപ്പെട്ടു പോകുമ്പോ ഇതാ അങ്ങകലെ എവിടെയോ സമുദ്രത്തിന്റെ അതിർത്തിയിൽ ഒരു ചെറിയ നക്ഷത്രം തെളിഞ്ഞു നിൽക്കുന്നത് അവർ കാണുകയാണ്. ആകാശത്തെ നക്ഷത്രം തന്നെയാണ്, പക്ഷെ ദൂരങ്ങളിൽ സൂര്യൻ ഇങ്ങനെ സമുദ്രത്തിലേക്കൊക്കെ ഇറങ്ങി പോണോട്ട് തോന്നില്ലേ എന്ന് പറഞ്ഞ പോലെ സമുദ്രത്തിലാണെന്ന് തോന്നുന്നു. അങ്ങകലെ ഒരു ചെറിയ നക്ഷത്രം. ഈ നക്ഷത്രം കാണുമ്പോൾ ഒരു പ്രതീക്ഷയാണ്. നക്ഷത്രം എപ്പോഴും പ്രത്യാശയുടെ അടയാളമാണല്ലോ. പൂജരാജാക്കന്മാരെ ബെത്ലഹേമിൽ പിറന്ന യേശുവിനെ അന്വേഷിച്ചു വന്ന് കാണാതായി കഴിഞ്ഞപ്പോ അവർക്ക് പ്രത്യാശ പകർന്നത് കിഴക്കുദിച്ച നക്ഷത്രം എപ്പോഴും പ്രതീക്ഷ നൽകുന്നതാണ്. അപ്പൊ ഈ സമുദ്രത്തിന്റെ അതിർത്തിയിൽ ഈ നക്ഷത്രം തെളിയുന്ന കാണുമ്പോ ഈ മുക്കുവന്മാർക്ക് പെട്ടെന്ന് പ്രതീക്ഷയായി. എന്നിട്ട് ഈ മുക്കുവന്മാര് ആ നക്ഷത്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബോട്ടിന്റെ ഗതി തിരിച്ചുവിടും. അങ്ങനെ ആ ലക്ഷ്യം കണ്ട് അവർ ഏതെങ്കിലും ഒരു തീരത്ത് എന്നടിയും. അവരുടെ തുറയിലല്ല, മറിച്ച് ഏതെങ്കിലും ഒരു തുറയിൽ ചെന്ന് അവര് രക്ഷപ്പെടും. എന്നിട്ട് പിന്നീട് കരമാർഗം വഴി അവര് സ്വന്തം തുറയിലെത്തി തങ്ങളുടെ ഭാര്യയും മക്കളുമായിട്ട് സന്തോഷം പങ്കിടും. പ്രിയമുള്ളവരെ, ആഴക്കടലിൽ അകപ്പെട്ടു പോകുന്ന മക്കൾക്ക് പ്രത്യാശ നൽകുന്ന നക്ഷത്രമാണത്. എന്നിട്ട് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഈ സ്പേ സാൽവി അഥവാ പ്രത്യാശയ രക്ഷ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് കുറിച്ചു വെക്കുകയാണ്. ഇവിടെ കടലെന്ന് പറയുന്നത് ലോകമാണ്, ലോകസമുദ്രം. ലോകമാകുന്ന സമുദ്രത്തിൽ കിടന്ന് ഉഴലുന്ന ബോട്ട്, നൗകയാണ് പരിശുദ്ധ കത്തോലിക്ക സഭ. ലോകമാകുന്ന കടലിൽ സഭയാകുന്ന നൗക ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ നിന്ന് തിരയും കോളുമായിട്ട് ഇഷ്ടം പോലെ പ്രതിസന്ധികള് സഭയെ തകർക്കാനായിട്ട് വരുന്നുണ്ട്. മതമർദ്ദനങ്ങള്, പാഷണ്ഡതകള്, തെറ്റായ സിദ്ധാന്തങ്ങള്, പീഡനങ്ങള് ഒക്കെയായിട്ട് സഭയെ, വിശ്വാസത്തെ തകർക്കാൻ, ലൗകികതയുടെ അതിപ്രസരണം ഒക്കെയായിട്ട് വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി ഇഷ്ടം പോലെ തിന്മയുടെ ശക്തികള് ഈ ബോട്ടിനെ തകർക്കാനായിട്ട് ലോകത്തിൽ ഉയർന്നു വരും.
അപ്പോഴൊക്കെ ഈ ലോകമാകുന്ന ആഴക്കടലിൽ മുങ്ങിപ്പോകാതെ ഈ ബോട്ടിന് പൊങ്ങിക്കടക്കാനായിട്ട് സാധിക്കുന്നത് അങ്ങേയറ്റത്തൊരു സമുദ്ര താരം നിൽക്കുന്നു. ആ സമുദ്ര താരത്തെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നുണ്ട്. മാർപ്പാപ്പ പറയുകയാ, ആ സമുദ്ര താരം സഭയുടെ അമ്മയായ പരിശുദ്ധ മറിയമാണ്. കരങ്ങളടിച്ച് നമ്മെ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കുടുംബത്തിന് പ്രത്യാശ നൽകുന്ന ഏത് പ്രതിസന്ധി നമ്മുടെ മേൽ വന്നാലും, ഏത് പ്രലോഭനം നമ്മുടെ മേൽ വന്നാലും, ഏത് അന്ധകാര ശക്തികൾ നമുക്ക് നേരെ ആഞ്ഞടിച്ചാലും നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു നക്ഷത്രമായിട്ട് അങ്ങേ തലയ്ക്കൽ പരിശുദ്ധ അമ്മയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. കണ്ണുകളടയ്ക്കാം, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ധ്യാനിച്ചത് തിന്മയുടെ ശക്തികൾക്കെതിരെ പടപെട്ടാൻ ഒരു പ്രത്യേക അഭിഷേകം പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്. അമ്മേ മാതാവേ, ഒരുപാട് ബലഹീനതയുള്ള മക്കളാണ് ഞങ്ങള്, ഒരുപാട് തകർന്നു പോകുന്ന മക്കളാണ് ഞങ്ങള്. ദുശീലങ്ങൾക്ക്, തഴക്കദോഷങ്ങൾക്ക് പലപ്പോഴും ഞങ്ങൾ അടിമപ്പെട്ടു പോകുന്നുണ്ട്. പ്രാർത്ഥനയിൽ വളരണമെന്ന് ആഗ്രഹമുള്ളപ്പോഴും പലപ്പോഴും ഞങ്ങൾക്ക് പറ്റണില്ല. ആത്മാവിന്റെ ആഗ്രഹങ്ങൾക്ക് ഉപരിയായിട്ട് ജഡത്തിന്റെ പ്രവണതകൾക്ക് ഞങ്ങൾ അടിമപ്പെട്ടു പോകുന്നു. അമ്മേ മാതാവേ, പരിശുദ്ധ ജപമാലയോട് ചേർന്ന് നിൽക്കാൻ, അമ്മയോട് ചേർന്ന് നിന്ന് എല്ലാ തിന്മയുടെ ശക്തികൾക്കെതിരെയും പടപെട്ടാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ.